ഹായ് ഗേസ്, ഇന്ന് അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേയാ. അപ്പോൾ വേണ്ട ബിന്ദു ചിറ്റയുടെ വക ഹോം മെയ്ഡ് കേക്ക്, ഹോം മെയ്ഡ് പ്ലം കേക്ക് ഇല്ലയോ? പറഞ്ഞു. പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചു, നല്ലൊരു പാത്രം എടുത്തിട്ട് ഈ ബട്ടർ പേപ്പർ വെച്ചു, ബട്ടർ പുരട്ടി വെച്ച് മാറ്റി വെച്ചിരിക്കുക. ഇത് 1 മണിക്കൂർ മുമ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം എല്ലാം കൂടെ, ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ കുതിരാനിട്ട് ഇത് എടുത്ത് അരിച്ച് വെച്ചിരിക്കുക. ഇത് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, ടൂട്ടി ഫ്രൂട്ടി അലങ്കരിക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ എല്ലാം, സൺഫ്ലവർ ഓയിൽ, ഇത് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചത്. ഇതിനകത്ത് ഗ്രാമ്പൂ, കറുവപ്പട്ട ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് 1/2 കിലോ മൈദയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അത് അരിച്ചെടുക്കണം. ഇത് പഞ്ചസാര ക്യാരമൽ സിറപ്പാക്കി, എഗ്ഗ്ലെസ് ഹോം മെയ്ഡ് പ്ലം കേക്ക്. അപ്പോൾ പാത്രമൊക്കെ സെറ്റാക്കി വെച്ചു. നമുക്ക് ഓവനൊന്നും ഇല്ലാതെ നമ്മൾ പാത്രത്തിനകത്ത് തന്നെ വെച്ചാൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ബട്ടർ പേപ്പർ വെച്ചു. പിന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. എഗ്ഗിന് പകരം തൈര്, അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നു. ഇത് ടൂട്ടി ഫ്രൂട്ടി, ഇത് ചെറി നട്ട്സ് അലങ്കരിക്കാൻ. ഇത് പഞ്ചസാര പൊടിച്ചത്. അതിലോട്ടിനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുഴയ്ക്കണം അല്ലേ? ഇളക്കണം. 1/2 കിലോ മൈദയ്ക്ക് ഉള്ള കേക്ക്. ഇത് ഷുഗർ സിറപ്പ്, കളർ കിട്ടാൻ, പിന്നെ മധുരത്തിനും. അപ്പോൾ അപ്പൂൻ്റെ ബർത്ത്ഡേ ആയിട്ട് ചിറ്റയുടെ വക കേക്ക്. അത് കുഴയുന്ന വരെ എണ്ണ ഒഴിക്കണം അല്ലേ? അങ്ങനെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി മൈദ അരിച്ചെടുക്കാം. 1/2 കിലോ മൈദ. ഇനി ഇതിനകത്തോട്ടാണോ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും? സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും ഇതിനകത്തോട്ടിട്ട് അതുകൂടെ ചേർത്തൊന്ന് അരിച്ചെടുക്കണം.
ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അപ്പടാ കണ്ണ ഇന്നെന്തോ വിശേഷം? ഇന്ന് ആരുടെയാ പിറന്നാള്? ആ പോ എന്നിട്ട് അപ്പച്ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? ആ ഇതിനകത്താണോ പറയുന്നത്? ഇതിനകത്ത് അപ്പച്ചേട്ടനല്ല, ഇത് വീഡിയോ എടുക്കുക. വേണ്ട പേരമ്മ കേക്ക് ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഇല്ലയോ അതിനകത്ത്? ആ ഇനി അതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ആ എന്താ ഒന്നുകൂടെ പറഞ്ഞേ കണ്ണ പേരമ്മ എന്താ ഉണ്ടാക്കുന്നേ? കേക്ക്. കണ്ണന് ഇഷ്ടമാണോ കേക്ക്? ആ ഇതിനകത്താണ് നമ്മൾ കേക്ക് വെക്കുന്നത്. നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലെ പാത്രം നേരത്തെ വെച്ചിട്ട് തീ കുറച്ചിട്ടേക്കുക. അപ്പോൾ ഈ പാത്രം ആദ്യം ഒന്ന് ചൂടായി വരണ്ടേ, അത് കുഴയ്ക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചൂടായി വരും. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. കഴിഞ്ഞോ? കുഴച്ച് കഴിഞ്ഞോ? ഈ പരുവത്തിലാക്കാൻ വേണ്ടി ശകലം പാൽ ഒഴിച്ചായിരുന്നു. മറ്റേതൊഴിച്ച് പോരെങ്കിൽ ഇത് ഈ പരുവത്തിനായില്ലെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുഴച്ചാൽ മതി. ഇനി അതിനകത്തോട്ട് ഒഴിക്കുമല്ലോ? വെള്ളം കുറച്ച് നിൽക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ബേക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അര കിലോ മൈദയാണ്, അപ്പോൾ അതുകൊണ്ടാണ് വലിയ പാത്രം എടുത്തത്. അതുപോലെ അത് നിറഞ്ഞു വരുമോ? 3/4 വരുമായിരിക്കും ഇല്ലയോ? ഏത് ഇതൊക്കെ വേണം അത് മുകളിലിടാൻ? അല്ല ഇപ്പം എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഇതിടും. അങ്ങനെയോ? ഇത്രയും ഇല്ലയോ അളവ്? അതുകൊണ്ട് അവൻ പിടിച്ചു വരും. നീ എപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള നട്ട്സ് അതിൻ്റെ മുകളിലിട്ടു. കുതിർത്തത് ഇല്ലയോ? അത് കുതിർത്ത് വെച്ചിരുന്നാണ്. എന്തൊക്കെയാണുള്ളത്? ഏറ്റവും അടിയിലോട്ട് പോകാതിരിക്കാൻ എന്നെ പുറത്ത് മൈദ ഇട്ടത്. ഏറ്റവും അടിയിലോട്ട് അങ്ങ് പോകാതെ ഫുള്ളും പോകാതെ ഇരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇട്ടു. മൈദ ഇട്ട് ഇതാക്കിയിട്ട് ഇങ്ങോട്ടിട്ടു. ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് വരുന്നതേ ഉള്ളൂ. അതെന്തൊക്കെയുള്ളത്? ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഈന്തപ്പഴം, ബദാം, കിസ്മിസ്, കറുത്ത മുന്തിരി. കിസ്മിസും കറുത്ത മുന്തിരിയും വേറെ വേറെ ഇല്ലേ, അപ്പം അത് രണ്ടും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ലാസ്റ്റ് അലങ്കരിക്കാനുള്ളത് നല്ല കളറ് പച്ച ടൂട്ടി ഫ്രൂട്ടി ചുമപ്പും പച്ചയും. നീ കിട്ടോ കുറച്ച്? നന്ദൂസിൻ്റെ വക കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കിടക്കട്ടെ. എന്തെല്ലാം ഉണ്ട് ഇങ്ങനെ അലങ്കരിക്കുന്ന പോലെ വെക്കണം. നട്ട്സും ചെറിയ ഒട്ടിച്ച് വെക്കണം അല്ലേടാ? ചെറായ പാറകളെ പരുന്ത് വിട്ടുണ്ട് സംഭവം. ഒട്ടിച്ചോ? അയ്യോ ചരിക്കില്ല. അങ്ങനെ ചരിഞ്ഞ് കുത്തി താക്കണ്ടടാ. അത് തട്ടിയായിരുന്നോ? ഇനിയാണോ തട്ടുന്നേ? നീ തൊട്ടോ? ചെറി എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറി കുത്തി വെച്ചു. ചെറി മുറിക്കണമായിരുന്നോ? വേണ്ട, മുറിച്ച് ഞാൻ കുതിരാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറി മുറിച്ച് അതിനകത്ത് കുതിരാനിട്ടായിരുന്നു. അത് നമ്മൾ അകത്തിട്ടു. ചെറിയ ഈന്തപ്പഴം, നട്ട്സ്, കിസ്മിസ് എല്ലാം കൂടെ കുതിരാനൊക്കെ ഇട്ടത്. അതിൻ്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടായിരുന്നു കുതിരാൻ. ഇനി ഇത് അലങ്കരിക്കാൻ മാത്രം. ഇട്ടു. എല്ലായിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇട്ട് തട്ടാ ഇവിടെ തട്ടിക്കോ, കുഴപ്പമില്ല, പൊട്ടത്തൊന്നുമില്ല. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി അല്ലേ? എയർ ബബിൾസ് പോകാൻ ഇടയ്ക്ക് കാറ്റ് വരാതിരിക്കാൻ. കാറ്റ് വന്നാൽ ഇങ്ങനെ ഇരിക്കും, പൊളന്ന് നോക്കുമ്പോൾ. അവിടെ കൊണ്ട് വെക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചരുവം വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓവൻ.
പ്ലവ് മൈക്രോവേവ് ഓവൻ ചൂടായി കണ്ടോ, നല്ല പാത്രം നല്ലോണം ചൂടായി. ഇനി അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതെ, ഇത്രയും വലിയതായതുകൊണ്ട് വലിയ ചരുവം വെച്ച ഇത് ഇറങ്ങിയിരിക്കണ്ടേ അതിനകത്ത്. ഇനി അടച്ചു വെക്കാം. ഇത് എത്ര നേരം ഇരിക്കണം ഇങ്ങനെ? 1 മണിക്കൂർ ഇരിക്കണം. 1 മണിക്കൂറോ? 9:45 10:45 വരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ സ്പീക്കർ ഉണ്ട്. നമ്മളതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ആവി ഒട്ടും പോവാതെ ആ ചൂട് മൊത്തം അതിനകത്ത് നിന്ന് ആ കേക്ക് ബേക്കായി വരണം. ഗ്യാസ് കെട്ടുപോയി കേസ്. നമുക്ക് കത്തിച്ചാൽ മതി, ഞാൻ കത്തിച്ചുതരാം. പേരമ്മയാണ് കത്തിക്കാൻ പോകുന്നത്. ഓ മതിയോ? മീഡിയം ഫ്ലെയിമിലിട്ട് 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. 9:45 തൊട്ട് 10:45. അപ്പം നമുക്കിനി ഇത് വെന്തിട്ട് കാണാം. ആയോ ആയോ? ആ ആയി. കുത്തി നോക്കിക്കേ, വെന്തോന്നറിയാം. കുത്തി നോക്കിയാൽ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇറക്കിയില്ലേ പറ്റിയില്ലെങ്കിൽ വെന്തോന്ന്. നല്ലപോലെ തണുക്കണം. നമ്മുടെ കേക്കൊക്കെ സെറ്റായി. ഇനി തണുക്കണോ? തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് മുറിക്കാം. എടുത്ത് വെളി വെക്കാം. കേക്ക് തണുക്കാൻ വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേണ്ട വെള്ളത്തിനകത്ത് ഇറക്കി വെച്ചു. ഫാനൊക്കെ ഇട്ട് സ്പീഡിൽ അങ്ങ് തണുപ്പിക്കാൻ വേണ്ടി. നമുക്ക് മുറിച്ച് കൊടുക്കണ്ടേ? വിഷ്ണുപ്രിയ പോകുന്നതിന് മുമ്പ് അവൾക്ക് കേക്ക് കൊടുക്കണം. നല്ലപോലെ തണുത്തില്ലെങ്കിലേ ഇത് ഇവിടുത്തെ ഇതൊക്കെ പറ്റിയിരിക്കും, ഷേപ്പ് അങ്ങ് പോകും. തണുക്കട്ടെ. 1/2 കിലോ മൈദ, 300 ഗ്രാം പഞ്ചസാര, 1 സ്പൂൺ സോഡാപ്പൊടി, 1 സ്പൂൺ ബേക്കിംഗ് സോഡ. 1 സ്പൂൺ വേണ്ട, പിന്നെ ബേക്കിംഗ് സോഡ കൂടുതൽ വേണ്ടി. 1/2 സ്പൂൺ, ഈ 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പഞ്ചസാര എത്ര മേടിച്ചു? സൺഫ്ലവർ ഓയിൽ 1/2 കിലോ മേടിച്ചു. 1/4 കിലോ എടുത്തു. 1/4 കിലോ കൂടുതൽ എടുത്തു. 1/4 കിലോ കൂടുതൽ. 1/2 കിലോ ആണോ? ചെറിയ തോറ. 1/2 കിലോ. 1/4 കിലോ എന്ന് പറഞ്ഞാൽ മതി. ചിലർ എത്ര ഒഴിക്കത്തില്ലായിരിക്കും. പിന്നെ ഇച്ചിരി 1/4 ഗ്ലാസ് തൈര്, പിന്നെ അത്രയും വേണ്ട, ഒരു 3 സ്പൂൺ പാല്. 1/4 കിലോ സൺഫ്ലവർ ഓയിൽ, 1/2 ഗ്ലാസ് തൈര്, ഒരു 2-3 സ്പൂൺ പാല്, പിന്നെ ആവശ്യത്തിന് നട്ട്സ്. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇടാം. പഞ്ചസാര 100 ഗ്രാം. 300 ഗ്രാം പഞ്ചസാര. അത് ആദ്യം പറഞ്ഞു. പിന്നെന്ത് ബട്ടർ തേക്കാൻ വേണ്ടി ചോദിച്ചു. തണുക്കട്ടെ. തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നട്ട്സ് കൂടുതൽ കിടന്നോട്ടെ, പിള്ളേർക്കൊക്കെ വേണമല്ലോ. കുഴപ്പമില്ല. ഇത് നേരത്തെ പാത്രത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയുണ്ട് നമ്മുടെ കേക്ക്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഓവനൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടിവശം ശകലം ഇച്ചിരി കറുത്ത മൂപ്പ് കൂടിയിട്ടുണ്ട് ഇല്ലയോ? പക്ഷേ മേളിലോട്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നോക്കാം. 1 മണിക്കൂർ എന്ന് പറഞ്ഞെങ്കിലും 1.5-2 മണിക്കൂർ എടുത്തു ആവാൻ ഇല്ലയോ? വേവണ്ടേ നല്ലോണം. അടിവശം ഇത്ര ആയെങ്കിലേ മുകൾ വശത്തോട്ട് വേവത്തുള്ളൂ. കാരണം ഇത് ഇച്ചിരി വലുതും അല്ലയോ, അപ്പോൾ വെന്ത് വരണ്ടേ അകം. പാത്രത്തിന് കേക്കിൻ്റെ വെയിറ്റ് നോക്കട്ടെ. പാത്രം മാത്രം എത്ര ഉണ്ട്? ഇങ്ങനെ തന്നെ വെക്കാം. അല്ല പാത്രത്തിൻ്റെ അതാ പറഞ്ഞു, പാത്രം വെച്ചിട്ട് 0 എൻ്റർ ചെയ്തു. 1,725. 1,700. അതിൽ ഒരു 250 പാത്രം കാണുമോ? പാത്രം വേണ്ടെന്ന്, പാത്രത്തിന്റെ കളഞ്ഞിട്ടാ. പാത്രം നമ്മൾ 1,725. 1.25 കിലോ. 750 വേണം അല്ലേ? 3/4.
അത് അതിൻ്റെ മുകളിൽ വശം അങ്ങനെ നമ്മളതിൻ്റെ ആ ഒരു അടി ഇരുന്നില്ലേ ആ പാത്രത്തിൽ, ആ ഭാഗം അങ്ങ് മുറിച്ച് കളയും ഇതുപോലെ. കാരണം അത് ഇച്ചിരി മൂപ്പ് കൂടിയ വശമല്ലേ. കണ്ടോ കണ്ടോ, ആ പാളിയായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവത്തിനുള്ള കേക്കാവും. അത് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അതിങ്ങനെ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അവിടെ കുറച്ചുകൂടെ ചെത്തിയാൽ മതി. ആ മറ്റേ അവിടെ ആ കറുത്ത ഭാഗം കുറച്ചുകൂടി ഇങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി. നല്ല അടിപൊളി കേക്ക്. തൊട്ട് കണ്ട 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 നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടല്ലോ. വേണ്ടേ? അത് സാരമില്ല, ഇവിടെ ഒരു ചെറിയ ഷേപ്പ് ഉണ്ട് അങ്ങോട്ട്. അതെന്താണെന്നറിയോ, അടി മുറിച്ച് കളഞ്ഞിട്ട്, അതുകൊണ്ട് ആ മുറിച്ച് കളഞ്ഞാൽ അടി മുറിച്ചപ്പോൾ അത് ഒരേപോലെ ഷേപ്പ് ആവാത്തതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ വെക്കാം. കണ്ടോ, അപ്പോൾ അടിപൊളിയായി. മുറിച്ചതിൻ്റെ ഈ ഭാഗം ഇല്ലേ, ഈ ഭാഗം കൂടെ അവിടെ വരേണ്ടതായിരുന്നു. ഈ ഭാഗം ബാക്കി എന്നാലും കിട്ടും. അപ്പം നമ്മുടെ എഗ്ഗ്ലെസ് ഹോം മെയ്ഡ് കേക്ക് റെഡി. ഇനി കൊടുക്കണ്ടേ ഇത് ബർത്ത്ഡേ ബോയ്ക്ക്? നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത് മുറിച്ചിട്ട് കഴിക്കാം. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ മുറിക്കും. ബർത്ത്ഡേ ഗിഫ്റ്റ് വിന്ദു ചിറ്റയുടെ. എങ്ങനെയുണ്ടടാ കേക്ക് കണ്ടിട്ട്? ഇനി മുറിക്കാന്നാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. വിന്ദു ചിറ്റയുടെ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ മൊത്തം കിട്ടുന്നില്ലടാ നീ. രാജിന്റെ റിയാക്ഷനാണ്. കണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച കണ്ണൻ അങ്ങനെ കണ്ണനുണ്ട്. എന്ത് അതാ വരുന്നു കണ്ണാപ്പി. എങ്ങനെയുണ്ട് ഇത് സീനല്ലേ? ഇന്ദു ചിറ്റയുടെ വക ബർത്ത്ഡേ കേക്കാ. ഇങ്ങോട്ട് നോക്കാം എല്ലാവരും. സ്മൈൽ പ്ലീസ്. കണ്ണന് കൊടുക്കുന്ന വീഡിയോ എടുക്കാം. കഴിച്ചിട്ട് അങ്ങനെ നീ പറയുന്ന കേക്കാ കേക്കാ. ഇതെന്തോ കണ്ണാ? എന്തോ കണ്ണാ ഇത്? ഇത് ഇങ്ങ് വരെ അല്ല, അകത്തോട്ട് കൊണ്ടുപോകാന്ന് പറയാ. അകത്ത് വെച്ച് തിന്നാവുന്ന ടൂട്ടി ഫ്രൂട്ടി. കേക്കാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ഇച്ചിരിത്തരട്ടെ. സൂപ്പറാണോ? കേക്കിൻ്റെ അകം കണ്ടോ, നല്ല സോഫ്റ്റായി കണ്ടോ. അടിപൊളി കേക്ക്. അടിപൊളി കേക്ക്. നീ ഇത് മുറിച്ചെല്ലാം കൊടുക്കണ്ടേ? അപ്പം നമ്മുടെ എഗ്ഗ്ലെസ് ഹോം മെയ്ഡ് പ്ലം കേക്ക് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് നോക്കാം അല്ലേടാ ദിവസേ. എന്നിട്ട് കൊള്ളാവോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട്. നിനക്കെങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? കണ്ട ഒരാൾ മുറിച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ അതാ അതിനകത്ത് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ തപ്പിയെടുത്ത് കേക്കിനെ ഈ പരുവത്തിലാക്കി. അപ്പം നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിന്ദു ചിത്രയുടെ സ്പെഷ്യൽ എഗ്ഗ്ലെസ് ഹോം മെയ്ഡ് പ്ലം കേക്ക് കണ്ട നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇനി ഓരോന്നായിട്ട് ഫോട്ടോ ഇതെടുത്തില്ല, ഫോട്ടോ എടുത്തില്ല. അതും പിന്നെ ഇടാം. നല്ല ചിറ്റയുടെ വക കേക്ക്, മുത്തശ്ശിയുടെ വക അടിപൊളി സേമിയ പായസം. കണ്ടോ? കേക്കിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് പായസത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടിപൊളിയാണ്. വലിയ തവി വേണം. എന്നുണ്ട് ഇത് മുത്തശ്ശിയുടെ വക. എഡിറ്റിംഗ് കൂടെ ചെയ്യണം. തീയായിരിക്കും. അല്ല, ഉരുളിക്കകത്ത് അവിടെ വെച്ചേക്കുന്ന എടുത്തോണ്ട് വന്നില്ല. കരി വെച്ച് അടക്കാൻ വെച്ചത് ഞാൻ. ചെറിയൊരു തവി കൂടെ എടുത്തു അതിനകത്ത്. മൊത്തം ഇത് എടുത്തോണ്ട് വരാൻ ഞാൻ രാവിലെ ഞാൻ ഒന്നുകൂടെ നോക്കാം. ഇഞ്ചിക്കറി, ചോറ്, അവിയല്, തോരൻ, കിച്ചടി, ഇഞ്ചിക്കറി, പപ്പടം, പുളിശ്ശേരി. പിന്നെ പുളിശ്ശേരി കൂട്ടി കഴിഞ്ഞില്ലേ സാമ്പാർ. പുളിശ്ശേരി പുളിശ്ശേരി കൂട്ടുകാരനെ വിളിക്കണം. പുളിശ്ശേരി പിന്നെ ഉപ്പേരി. എല്ലാം ഗണപതി ഞാൻ എടുക്കാം. നീ ഇവിടെ വേണം. കുഞ്ഞിന് വിളമ്പ് ആളുടെ പപ്പടം വിളമ്പില്ല. അമ്മ വിളമ്പല്ലോ ഒക്കെ എല്ലാം ഉണ്ട്. ചേഞ്ച് കറി വിളമ്പിക്കും. മന്ദസിനൊന്നും വിളമ്പില്ല. ഇച്ചിരി അവിയല് തരട്ടെ. തോരൻ, പപ്പടം വേണം. പപ്പടം വേണ്ടേ? മന്ദസിനൊരു പപ്പടം കൊടുക്കട്ടെ. തോരൻ പിന്നെ പയറ്, ക്യാരറ്റ്, ചേന, ഇഞ്ചിക്കറി ഇച്ചിരി കൂട്ടെ. ഇഞ്ചിക്കറി എന്നാ അവിയൽ ഇച്ചിരി കൂട്ടെ. സൂപ്പർ അവിയല. പുളിശ്ശേരി നല്ല പുളിശ്ശേരി. അമ്മ ഇച്ചിരി പുളിശ്ശേരി വിളമ്പിക്ക്. പിറന്നാൾ ആശംസകൾ. അങ്ങോട്ട് വിളമ്പ്. ഞാൻ എടുക്കാം. വിളമ്പിക്കോ അമ്മ, പുളിശ്ശേരി വിളമ്പിക്കോ. കേക്ക്, പായസം, വെള്ളം. ഒരാൾ കിട്ടിയാ? നല്ല ചേന പുളിശ്ശേരി. പുളിശ്ശേരി വേണ്ടേ? ഉപ്പേരി വേണം. രണ്ടു പേരും വിളമ്പ്. ചേച്ചേ സദ്യ. എവിടെ? വേറെ ആരും ഇല്ല. ചേട്ടനും അനിയനും മാത്രമേ ഉള്ളൂ. ഒരേ മതി. പിന്നെ നന്ദൂസ് ഉണ്ടല്ലോ. പിന്നെന്തോ വേണം ഇല്ലടാ? നന്ദൂസ് ഉണ്ടല്ലോ. നന്ദൂസ് ജീരവെള്ളം കൊണ്ടോ. വെള്ളം വേണ്ടേ? വെള്ളം. നിങ്ങൾ അതൊക്കെ പറയണ്ട. അതാകുമ്പോ എനിക്ക് കായുണ്ട്, കായുണ്ട്, ചേന, പുളിശ്ശേരി, ചേന. തീർന്നു. ഇതിന് മേളിൽ വരെ ഉണ്ടായിരുന്നു. ഇല്ല, ആരും ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. പിന്നെ അച്ഛന്മാർ രണ്ടുപേരും വൈകിട്ടല്ലേ വരത്തുള്ളൂ. വെള്ളം കൊടുത്തു, വെള്ളം കൊടുത്തു. കൊച്ചുമക്കൾ ഉണ്ണെന്ന കണ്ടോണ്ടിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടോ? മുത്തശ്ശിക്ക് ഇങ്ങനെ കണ്ടാ മതി. കണ്ണനുണ്ടോടാ? കണ്ണന് അമ്മുണ്ടോ? ഇച്ചിരി സാമ്പാർ. സാമ്പാർ എന്തിച്ചിട്ട? സാമ്പാർ ഗണപതിക്ക് കൊടുത്തില്ല. സാമ്പാർ ഗണപതിക്ക് കൊടുത്തില്ല. ഹേയ് കണ്ണ, കണ്ണ അമ്മുണ്ടോ? അങ്ങോട്ടോ നീക്കി അങ്ങോട്ട് നോക്കി. പപ്പടം എന്ത് വേണം? ഉപ്പേരി ഉണ്ട് വേറെ. അയ്യോ, അവന് ഇച്ചിരി ഉപ്പേരി കൊടുത്തേ. നന്ദൂസിന്. കണ്ണനും വേണേ ഒരു ഉപ്പേരി കൊടു. കണ്ണന് ഒരു ഉപ്പേരി കൊടു. കണ്ണന് മുട്ടായി കൊടുക്കാം. കണ്ണന് മുട്ടായി തന്നില്ല ആ ചേട്ടന്. കണ്ണന് കേക്ക് കൊടുത്തു. കണ്ണന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് കൊടുത്തു.
അയ്യോ കേക്ക് കിട്ടിയോ? കണ്ണന് കേക്ക് കിട്ടിയോ കണ്ണാ? കണ്ണന് കേക്ക് കിട്ടിയോനെ കേക്ക് തന്നോ കേക്ക് കണ്ണൻ ഏതാണ്ട് അമ്മയുടെ അടുക്ക വഴക്കുണ്ടാക്കിയിട്ടാ വന്നേക്കുന്നത്. ആ ആണ്ട മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. അത് വെള്ളം ഒഴിച്ചാൽ മോൻ കഴിച്ചാണ് എന്താ വേണമെന്നാ അമ്മ വരാത്തോണ്ടാണോ കണ്ണാ? എന്താ വേണമെന്നാ ഉപ്പേരി തന്നു. പപ്പടം വേണം വേണോ? ആ മോര് തൈര് അല്ല കട്ടത്തൈരാടാ. അപ്പോൾ വൈൻഡപ്പ് ചെയ്തോന്നും ദിവസേ പിറന്നാളെ പൂച്ചെണ്ണ. ഇന്നത്തെ അപ്പുചേട്ടൻ്റെ പിറന്നാളിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയാലേ ഞങ്ങളുടെ വീഡിയോ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അപ്പോൾ കുറേ ദിവസമായി എൻ്റെ നന്ദൂസ് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നന്ദൂസിനെ കൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യിച്ചത് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ അപ്പൂനെ ഒരിക്കൽ കൂടെ പിറന്നാൾ ആശംസകൾ കേട്ടോ. അപ്പൂ പായസം ബിന്ദിച്ചിട്ട് ഇപ്പോൾ വിളമ്പിക്കൂ. ആ സൈഡിലോട്ട് വിളമ്പിക്കുമോ? പായസം കുടിച്ചോളും. പായസം കുടിച്ചിട്ട് മോര് കൂട്ടിയാൽ മതി. വെള്ളം മറിക്കും. ബർത്ത്ഡേ ബോയ്ക്ക് ഗിഫ്റ്റുമായിട്ട് വന്ന കൂട്ടുകാരൻ ഒരു ഹായ് പറയടാ. എന്നാ ഉണ്ണിക്കുട്ടിന് എന്തിയടാ അതൊന്ന് കാണിച്ചേ. ആ ഗിഫ്റ്റ് അവൻ കൊണ്ടുവന്നേ കണ്ട കുഞ്ഞുമാവയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് രണ്ടും രണ്ടാ ആണോ? ലേസ്, മിൽക്കി ബാർ, കിറ്റ്കാറ്റ് തീറ്റയും തുടങ്ങി. ഞാൻ പായസം എടുത്തുകൊണ്ട് വരാടാ അന്ന്. ഇങ്ങോട്ടോ കേപ്പു. എടാ നിങ്ങൾ ഒത്തോണ്ടാണോടാ വന്നേ? നീ ഇവനെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇവൻ ഇന്നിവിടെ കാണത്തില്ലെന്ന് പറഞ്ഞോണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ഉണ്ണാൻ വിളിച്ചേന്. ആ അവന് അപ്പു. അടുത്ത ആള് കൊണ്ടുവന്ന ഗിഫ്റ്റ് കാണിച്ചേ, പൊട്ടിക്കടാ. ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്ന കൂട്ടുകാർ ഡെക്കറേറ്റ് ചെയ്യുവാണോ ഗിഫ്റ്റ്? നീ ഇത് തന്നെയാണോ കൊണ്ടുവന്നേ? ആ അത് ശരി. അവൻ കൊണ്ടുവന്ന പൊളിക്ക്. ജിലേബി, പിന്നെ ഇത് ലഡു. അത് പൊളിക്കടാ നീ. അതങ്ങോട്ട് കീറ്. ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണട്ടെ. ഒരാൾ കണ്ടേ കിറ്റ്കാറ്റും മിൽക്കി ബാറും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു. നീ അവന് മുട്ടായി കൊടുത്തോ? കേക്ക് കൊടുത്തോ? അയ്യോ കേക്ക് കൊടുത്തോ? കേക്ക് കൊടുത്തില്ല. കിട്ടിയതൊക്കെ തലയായിട്ടുന്നത്. പായസം കൊടുക്കും. പായസം കൊടുക്കാം. ലഡു ഭയങ്കര ഇഷ്ടം. ബൂന്തി അല്ലേ? ഓ ലഡു, ജിലേബി. മുന്തിരി കഴിക്കുന്ന മാറ്റി വെച്ചോ. അത് ഞാൻ കഴിച്ചോളാം. ജിലേബി അവന്റെ ഗിഫ്റ്റ്. അപ്പൊ അവരവിടെ ഇരുന്ന് സംസാരിക്കട്ടെ. നമുക്ക് വാ. ടാറ്റാ. ടാറ്റാ.